അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും ഒത്തിരി നേരെ ഇരുന്ന് സംസാരിക്കുന്നു. ഈ ഒരു സമയത്ത് ഫിൻ അച്ഛനോട് പറയും, താൻ ഈ ലോകത്ത് ഏറെ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങളെയാണ്. ഇത് കേട്ട് സൈമൺ ഒത്തിരി സന്തോഷായി. ഫിൻ ഒരിക്കൽ പോലും തന്നെ സ്നേഹിക്കുന്നു, ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. ഇത് കേട്ട സൈമണ് എന്ത് പറയണോന്നറിയില്ല. ഈ ഒരു സമയത്താണ് സൈമന്റെ വൈഫ് അയാളെ ഫോൺ ചെയ്യുന്നത്. അപ്പോ ഫിൻ പറയുന്നുണ്ട്, ഫോൺ എടുക്കല്ലേ, അമ്മ വഴക്ക് പറയും. സൈമൺ അതൊന്നും കേൾക്കാതെ ഫോൺ എടുത്ത് വൈഫിനോട് സംസാരിക്കുന്നുണ്ട്. എന്നാ തന്റെ വൈഫ് പറഞ്ഞ കാര്യം കേട്ട് സൈമൺ ആകെ ഷോക്കായി. ബെവർലി ഫോണിലൂടെ പറയും, ഫിൻ വീട്ടില് തിരിച്ചെത്തി, അവൻ ഒത്തിരി ദേഷ്യത്തിലാണ്. ഇത് പറഞ്ഞ് ബെവർലി ഫോൺ ഫിന്നിന് കൊടുക്കുന്നുണ്ട്. അതെ, ആ ഫോണില് സംസാരിക്കുന്നത് തന്റെ മകനാണ്. അപ്പൊ പിന്നെ തന്റെ തൊട്ടടുത്തിരിക്കുന്നത് ആരാ? അത് ലിഡിയയുടെ പ്രേതാണെന്ന് തിരിച്ചറിഞ്ഞ സൈമൺ തന്റെ ജീവനും കൊണ്ട് ആ വീട്ടിൽ നിന്ന് പുറത്തേക്കോടി. എങ്ങനെയൊക്കെയോ പുറത്തേക്കോടി രക്ഷപ്പെട്ടെങ്കിലും കാർ എടുത്ത് രക്ഷപ്പെടാന്ന് വെച്ചാല് കാറിന്റെ ചാവി വീടിനകത്താണ്. ആ പ്രേതമാണെങ്കില് സൈമന്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നുണ്ട്.